ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മോഘാശ മോഘകർമാണോ മോഘജ്ഞാനാ വിചേതസഃ രാക്ഷസീമാസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രുതാഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായം, അതായത് രാജവിദ്യ രാജഗുഹ്യ യോഗയിലെ 12-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്നിവിടെ പാരായണം ചെയ്തത്. അതിൽ രാക്ഷസീം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് രാക്ഷസീയ ഭാവത്തെയാണ്. അതുപോലെ മോഘാശ എന്ന വാക്കിൻ്റെ അർത്ഥം നഷ്ടമോഹം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ മോഘകർമാണ നഷ്ടകർമ്മങ്ങൾ, മോഘജ്ഞാന എന്ന് വെച്ചു കഴിഞ്ഞാൽ നഷ്ടജ്ഞാനം എന്നാണ്. വിചേതസ എന്ന് വെച്ചാൽ ബുദ്ധിഹീനമായ. രാക്ഷസീം എന്നത് രാക്ഷസീയ ഭാവത്തെയാണ്. ആസുരീം എന്നാൽ ആസുരഭാവത്തെയാണ്. ച എന്നത് നമ്മളെപ്പോഴും പറയുന്നതാണ് കൂടെ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏവ എന്ന വാക്കിൻ്റെ അർത്ഥം വാസ്തവത്തിൽ എന്നാണ്. അതുപോലെ പ്രകൃതിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി. മോഹിനും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭ്രമിപ്പിക്കുക. ശ്രുതാഹ അനുഭവപ്പെട്ടു എന്നാണ് അർത്ഥം. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുന്നത് ജഗത്തിന്, അതായത് ഭൂമിക്ക്, ഈ ലോകത്തിന് ഏക ആശ്രയമായ ഈശ്വരനെ വിസ്മരിക്കുന്നവർ പിന്നെ ആശ്രയിക്കുന്നത് എന്തിനെയാണ്? രജസ് സ്വഭാവമുള്ള പ്രകൃതിയെയാണ്. അതായത് മനുഷ്യർ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കുഞ്ഞു വീടുണ്ടാകണമെന്നായിരിക്കും ഒരു മനുഷ്യൻ ആദ്യം ആഗ്രഹിക്കുന്നത്. ആ വീട് കിട്ടിക്കഴിയുമ്പം അവന് കുറച്ചും കൂടെ വലിയ വീടുണ്ടാകണമെന്ന് തോന്നും. പിന്നെ മറ്റു കുറേ ആഗ്രഹങ്ങളുണ്ടാകും. ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അയാളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും, ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ അതിൽ തൃപ്തിയാകാതെ മറ്റൊന്നിനെ ആശ്രയിച്ചുകൊണ്ട്, മറ്റൊന്നിനെ കാംക്ഷിച്ചുകൊണ്ട് ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ സ്വയം പരിതപിക്കും. ഞാൻ ഇത്ര കാലം ജോലി ചെയ്തിട്ടും, അല്ലെ ഇത്ര കാലം ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് അതൊന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ, ഞാൻ ആഗ്രഹിച്ച തലത്തിലേക്ക് എത്തിയില്ലല്ലോ. ഇങ്ങനെ മനുഷ്യൻ മനസ്സ് കൊണ്ട് ഇങ്ങനെ പരിതപിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ചില മനുഷ്യരെന്താ ചെയ്യുന്നത്? മറ്റുള്ളവരെ പോലെ ആകാൻ വേണ്ടിയിട്ട് പണസമ്പാദനത്തിനോ അല്ലയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ചില ദുഷ്പ്രവർത്തികൾ ചെയ്ത് എന്ത് ചെയ്യും? അതിലേക്ക് എത്താനായിട്ട് ശ്രമിക്കും. എന്നിട്ട് അതിലെത്തുകയുമില്ല. പിന്നീടിരുന്ന് മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള മനുഷ്യർക്ക് ഒരു തൃപ്തി ഉണ്ടാവുകയില്ല. അവർക്ക് എന്താണോ കിട്ടിയിരിക്കുന്നത് അതിൽ തൃപ്തരാകാതെ കൂടുതൽ കിട്ടുന്നതിനായിട്ട് അവരുടെ മനസ്സിനെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവർ പല ദുഷ്പ്രവർത്തികളും ചെയ്ത് അതിലേക്ക് എത്താനായിട്ട് ശ്രമിക്കും. പക്ഷെ എന്നിട്ട് പോലും അവരുടെ അന്ത്യകാലങ്ങളിൽ അവർക്ക് ഒരു തൃപ്തിയും അവരുടെ മനസ്സിന് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയില്ല. ഇങ്ങനെയുള്ളവരാണ് എന്തു ചെയ്യുന്നത്? ഈശ്വരനെ മറന്നു പോകുന്നത്. അതായത് മനുഷ്യരൂപം പൂണ്ട എന്നെ വിസ്മരിക്കുന്നവരാണ് ഇങ്ങനെയുള്ളവർ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അങ്ങനെ ഈശ്വരനെ വിസ്മരിച്ചതുകൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രവർത്തികളൊക്കെ അവർ ചെയ്യുന്നത്. പക്ഷേ ശരിക്കും ഈശ്വരനെ അറിഞ്ഞ ആളുകൾ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിനുദാഹരണമാണ് പൂന്താനം തിരുമേനി. പൂന്താനം തിരുമേനി ഭഗവാൻ കണ്ണനെ അറിഞ്ഞവനാണ്. ഗുരുവായൂരപ്പനെ ഏറ്റവും കൂടുതൽ അറിഞ്ഞ ആളാണ് ആരെന്ന് പറയുന്നത്? പൂന്താനം തിരുമേനി. പൂന്താനം തിരുമേനിക്ക് കുട്ടികളില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഉണ്ണിക്കണ്ണൻ മനസ്സിൽ വിളങ്ങുമ്പോൾ, എൻ്റെ മനസ്സിൽ ഉണ്ണിക്കണ്ണൻ ഓടിക്കളിക്കുമ്പോൾ വിളങ്ങുമ്പോൾ എനിക്ക് എന്തിനാണ് മറ്റുണ്ണികൾ? അപ്പം അദ്ദേഹം അതിൽ തൃപ്തനായിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തുണ്ടാകും? ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാകും. അതായത് ഈശ്വരൻ്റെ കൃപയാണ്, ഈശ്വരൻ്റെ സ്നേഹമാണ് ഈ ലോകത്ത്
ഏറ്റവും വലുത് എന്ന് വിശ്വസിക്കുന്നവർ മറ്റൊന്നിനെയും തേടി പോകില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതല്ലാത്തവരാണ് എന്ത് ചെയ്യുന്നത്? ഇതൊന്നും പോരാ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്ത് ചെയ്യും? അവർക്ക് മരണകാലത്ത് പോലും അവർക്കൊരിക്കലും ഒരു തൃപ്തി ഉണ്ടാകില്ല. നിരാശയോടു കൂടിയായിരിക്കും അവർ മരണപ്പെടുന്നത് പോലും. കാരണം ചിലരുണ്ട്, എത്ര കിട്ടിയാലും അവർ അതിനേക്കാട്ടി കൂടുതൽ കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആദ്യം എന്ത് ചെയ്യും? നമുക്കൊരു ജോലി കിട്ടണമേ എന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു കൊച്ചു വീട് എനിക്ക് ഉണ്ടാകണമേ, ഒരു കിടപ്പാടം ഉണ്ടാകണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കും. അപ്പോൾ അന്നേരം അത് മതി നമുക്ക്. പക്ഷേ കുറച്ച് അത് ഭഗവാൻ അത് നമുക്ക് തന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി കാറ് വേണം, അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ വീടിന് സൗകര്യം പോരാ, കുറച്ചും കൂടെ വലുത് വേണം. ഈ ആഗ്രഹങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ അതൊക്കെ മനുഷ്യർക്കുണ്ടാകും. കൂടുതൽ വേണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടാകും. പക്ഷേ നമ്മളൊക്കെ അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം. പക്ഷെ അത് കിട്ടിയില്ല എന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മനസ്സിനെ വിഷമിപ്പിക്കുകയോ അതിനെക്കുറിച്ച് ഓർത്ത് പരിതപിക്കുകയോ ചെയ്യരുത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇത് നമുക്ക് തന്നതെല്ലാം, ഇതെല്ലാം ഭഗവാൻ നമുക്ക് തന്നതാണ്. ആ തന്നതിൽ നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിക്കുക. എന്നിട്ട് ചില മനുഷ്യരെന്ത് ചെയ്യും? അത് പോരാ എന്നും പറഞ്ഞ് ചില ദുഷ്പ്രവർത്തികളൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അവർക്ക് അതുകൊണ്ട് ആ ദുഷ്പ്രവർത്തികൾ ചെയ്തതുകൊണ്ട് അവർക്ക് നന്മയുണ്ടാകുമോ? ഇല്ല. അവർ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യും? ആ തിന്മയെ ഓർത്ത് അവർ ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. അതല്ലെങ്കിൽ അതിൻ്റെ ഫലം അവർ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ മനുഷ്യരൂപം പൂണ്ട എന്നെ ആശ്രയിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ മറന്നു പോകുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അവരെന്താ പറയുന്നത്? ചില മനുഷ്യർക്ക് വലിയ ദുഃഖങ്ങളുണ്ടാകുമ്പം അപ്പോൾ അവരെന്ത് ചെയ്യും? അമ്പലത്തിൽ പോകില്ല, പ്രാർത്ഥിക്കില്ല. ഒത്തിരി ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജനിച്ചന്ന് മുതൽ ദുരിതമാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല? ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ വരുമായിരുന്നോ? അതുകൊണ്ട് ഞാൻ അമ്പലത്തിലും പോകാറില്ല, പ്രാർത്ഥിക്കാറില്ല. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എത്ര പ്രാർത്ഥിച്ചിട്ടും ഭഗവാൻ എനിക്കൊന്നും തരുന്നില്ല. ഇങ്ങനെ പറയുന്ന ആളുകളെ നമ്മൾ കാണും. കാരണം അവർക്ക് ശരിയായ ജ്ഞാനം എന്താണ് ഈശ്വരനെന്ന് അവർക്ക് അറിയാൻ മേലാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നമ്മളെല്ലാവരും എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ നമ്മളുടെ ആവശ്യങ്ങൾ, നമുക്ക് എന്തായാലും ആവശ്യങ്ങളുണ്ടാകും. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്, ലൗകികപരമായി ജീവിക്കുന്നവരാണ്. നമുക്ക് വീട് വേണം, കാറ് വേണം, കുട്ടികളെ പഠിപ്പിക്കണം, ഇതൊക്കെ ആവശ്യമാണ്. നമുക്ക് പണം ആവശ്യമാണ്, ഇതൊക്കെ ആവശ്യമാണ്. ഇതിനൊക്കെ വേണ്ടി നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ആരെന്ന് പറയുന്നത്? സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ഭഗവാനെ നമുക്ക് ആശ്രയിക്കാം. പക്ഷേ ഭഗവാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് തന്നുകൊള്ളുമെന്ന പൂർണ്ണമായ വിശ്വാസത്തിൽ നമ്മൾ ഇരിക്കുക. ഭഗവാന്റെ സ്നേഹമാണ് ഏറ്റവും വലുതെന്ന് കരുതുക. ഇനി എന്താണ് നമ്മൾ ചിലപ്പോൾ 1,00,000 രൂപയായിരിക്കും ആഗ്രഹിച്ചത്, ഭഗവാൻ നമുക്ക് തന്നത് 10,000 ആയിരിക്കും. ആ 10,000-ൽ നമ്മൾ എന്ത് ചെയ്യുക? ഇത്രയും ഭഗവാൻ എനിക്ക് തന്നല്ലോ, എനിക്ക് ഇത്രയെങ്കിലും കിട്ടിയല്ലോ എന്ന് കരുതി, അത് ഈശ്വരൻ്റെ കൃപയാണ്, ഭഗവാൻ നമുക്ക് തന്നതാണ് എന്ന് കരുതി സന്തോഷത്തോടു കൂടി ഇരുന്നാൽ നമ്മുടെ മരണകാലത്ത് നമുക്ക് എന്ത് സംഭവിക്കും? സന്തോഷത്തോടു കൂടി മരിക്കാൻ പറ്റും. അതല്ലാത്തവർ ഈശ്വരനെ മറന്നു ജീവിക്കുന്നു എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പം നമ്മൾ ആരും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഭഗവാനെ മറന്ന് ജീവിക്കാൻ പാടില്ല. നമുക്ക് ഈ തന്ന സൗഭാഗ്യങ്ങൾ എല്ലാം തന്നെ ആരാണ്? ഭഗവാൻ തന്നതാണ്. കുന്തിദേവി എന്താണ് ഭഗവാനോട് പറഞ്ഞത്? എനിക്ക് ദുഃഖം തരൂ എന്നാണ് കുന്തിദേവി ഭഗവാനോട് പ്രാർത്ഥിച്ചത്. കാരണം ദുഃഖമുണ്ടെങ്കിലേ നമ്മളെപ്പോഴും എന്ത് ചെയ്യത്തുള്ളൂ? ഭഗവാനോട് ചേർന്നിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദേവി അങ്ങനെ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് രാക്ഷസിയും ആസുരിയുമായ പ്രകൃതി കൈവെടിഞ്ഞ് സ്വാത്വിക പ്രകൃതി കൈക്കൊള്ളുന്ന മഹാത്മാക്കൾ ജീവിതത്തെ ഗാഢവും നിരന്തരവുമായ ഈശ്വരബുദ്ധി അഭ്യസിക്കാനുള്ള വിലപ്പെട്ട സന്ദർഭമായി കണക്കാക്കുന്നുവെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം നമുക്ക് ഈ മനുഷ്യ ജന്മമാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് വിവേചന ബുദ്ധിയുണ്ട്, മൃഗങ്ങളുടേത് കൂട്ടല്ല. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും പുണ്യമായ ഈ മനുഷ്യജന്മം ഈശ്വര ആരാധനയ്ക്ക് വേണ്ടി സമർപ്പിക്കുക, ഭഗവാനെ അറിഞ്ഞ് ജീവിക്കുക. അപ്പോൾ ഈ വൈശാഖ മാസത്തിൽ നമ്മൾ ഭഗവാനോട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഭഗവാന്റെ അപാരമായ കൃപ എനിക്ക് നൽകണമേ, ഭഗവാന്റെ സ്നേഹം എനിക്ക് നൽകണമേ, എനിക്ക് അങ്ങയോട് കളങ്കമില്ലാത്ത ഭക്തി ഉണ്ടാകണമേ, രാധാറാണിയെപ്പോലെ ഗോപികമാരെ പോലെ കളങ്കമില്ലാത്ത ഭക്തി എനിക്ക് തരയണമേ, എന്നെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണമേ, അങ്ങയുടെ പ്രിയജനമാക്കണമേ. ഇതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ
പിന്നെ നമ്മൾ പ്രത്യേകിച്ച് എനിക്കത് വേണം ഇത് വേണമെന്ന് പ്രാർത്ഥിക്കേണ്ടതായിട്ടില്ല. കാരണം നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് ഭഗവാൻ എത്തിച്ചു തന്നുകൊള്ളും. അപ്പോൾ ഈ വൈശാഖ മാസത്തിൽ പരമാവധി സമയം നാമം ചൊല്ലുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.